ഇതിൻ്റെ ബാക്കിലെ ഒരു ഫ്രെയിം കണ്ടോ, താജ്മഹലാണ്. ഒരു കപ്പിൾസിനൊക്കെ അടിപൊളിയായിട്ട്. Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. Get me a shrink who can catch me when I'm falling. Cover up my scars, flip the handlebars, crash. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു പാസിയോ. ഇന്ന് നമ്മളുള്ളത് വാഗമണ്ണിലെ ഒരു കിടുക്കാച്ചി പ്രോപ്പർട്ടിയാണ്. കിടുക്കാച്ചി എന്നാൽ കുറച്ച് പ്രീമിയമാണ്, പക്ഷേ പ്രീമിയത്തിനുള്ള വകുപ്പ് ഇവിടെയുണ്ട്. അത്ര നല്ല കേവ് റൂംസും കുട്ടികൾക്കുള്ള പാർക്ക്, തിയേറ്റർ, അങ്ങനെ എക്സെട്ര പല ഇതുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ അത് പറഞ്ഞതിൻ്റെ സർപ്രൈസ് കളയുന്നില്ല, നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതാണ് നമ്മൾ എൻട്രൻസ് വരുന്നത്. എൻട്രൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കുട്ടികൾക്കുള്ള പാർക്ക്, ഇവിടെ റൂംസും കാര്യങ്ങളുണ്ട്. അതുപോലെ ഇതിൻ്റെ താഴത്തെ റൂംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ടും കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. ഇവിടുന്ന് ഡയറക്റ്റ് കയറി വരുമ്പോൾ ഈ പാർക്ക് എന്നുള്ളൊരു വ്യൂ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ. അതുപോലെ സൈഡിലായിട്ട് ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതുപോലെ തന്നെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കോട കുറച്ച് നീങ്ങിപ്പോയി. ശുദ്ധരയുടെ കോടയിൽ മുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൂമായിട്ടുള്ള ഈ റൂം കാണാം. ഫാമിലി സൂട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഫാമിലി. അപ്പോൾ ഉള്ളിലോട്ട് കയറി വരുമ്പം അല്ല, അത്യാവശ്യം വലിയൊരു സോഫ സെറ്റ് സംഭവങ്ങളാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ടി5 കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇതിനുള്ളിൽ കയറുമ്പോൾ. അത്യാവശ്യം വലിയ പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം പോകുന്നത്. ബാക്കിൽ ആ ഒരു പൈനിങ് കണ്ടില്ലേ, അടിപൊളിയാണ്. അതുപോലെ ഒരു എക്സ്ട്രാ ബെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോറേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നമുക്കൊരു മിറർ, ചെയർ, മിറർ വാട്ടർ, ചെറിയ സ്റ്റോറേജ് ഇവിടെ, അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം കേട്ടോ. അടിപൊളിയല്ലേ. ഇതിൻ്റെ തൊട്ടടുത്തും വേറെ റൂമുണ്ട്. അപ്പോൾ ഇതിന് തൊട്ടടുത്താണ് നമ്മളെ ഒരു ഡൈനിങ് ഏരിയയും പിന്നെ അതുപോലെ കിച്ചൺ സൗകര്യം കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നത്. പിന്നെ ഒരു ഫ്രിഡ്ജ്, എല്ലാ സെറ്റപ്പും ഒരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു സ്പേസ് ആയിട്ടുള്ളൊരു റൂം തന്നെയാണ്. മറ്റേ റൂമിനെ കണ്ടപ്പോൾ തന്നെ എക്സ്ട്രാ ബെഡ്, സ്റ്റോറേജ്, അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചിൽഡ്രൻസ് പാർക്കിൻ്റെ നേരെ താഴെയായിട്ടുള്ള ഒരു റൂം അവിടെ ഉണ്ട്. നേരെ പോയേക്കാം. വാവ്. ഇവിടെ കയറി വരുമ്പോൾ ചെറിയൊരു ഇരിക്കാനുള്ളൊരു സോഫ സെറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് റൂംസ് വരുന്നത്. അതിൽ ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ വേറെ റൂമുണ്ട്. 2 റൂം അതിനുള്ളിൽ കേട്ടോ. അതിലൊരു റൂമാണ് കാണിച്ചു തരാൻ പോകുന്നത്. കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു പ്രീമിയം റൂംസിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല, ഉള്ളത് പ്രീമിയം ലെവലിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിലെ ഗ്ലാസ് നീക്കുക, നമ്മൾ നേരത്തെ കണ്ട വ്യൂ കാര്യങ്ങളുണ്ട്. പിന്നെ TV കാര്യങ്ങൾ, കോഫി മേക്കർ കാര്യങ്ങളെല്ലാം ഇതിൽ സെറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം. വാവ്, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വലിയൊരു മിററും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് എൻട്രൻസ് ചെയ്യാം കേട്ടോ. അങ്ങനെയുണ്ട്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് കാണുന്ന ഒരു വ്യൂ, ഇതൊരു മാരക വ്യൂ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ സൈക്കിളുകൾ നിർത്തിയിട്ടുണ്ട്. ഇതിവിടെ ആരും വന്നതൊന്നല്ല, ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ആർക്കും സൈക്കിൾ ഫ്രീ ആയിട്ട് കൊടുക്കാം. കുട്ടികൾക്കുണ്ട്, വലിയവർക്കുണ്ട്. വലിയ ടയർ വേണ്ടിയവർക്ക് വലിയ ടയറുണ്ട്, ചെറുത് വേണ്ടിയവർക്ക് ചെറുതുണ്ട്, എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു ഫോട്ടോ ഫ്രെയിം മാതിരി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ഇവിടെ ഒരു കേവ് എൻട്രൻസ്, അതായത് മെയിൻ റൂംസ് കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നത്. ഇവിടെ ഒരു കേവ് എൻട്രൻസ് വരുന്നുണ്ട്. പിന്നെ റിസപ്ഷനും ഇവിടെ ആയിട്ട് വരുന്നത്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. കേവ് എൻട്രൻസും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇപ്പം നമ്മൾ ഇതിലുള്ള കുറച്ച് റൂംസാണ് കാണിക്കാൻ വന്നിട്ടോ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു വിഷയമാണ് കേട്ടോ. ഇതൊരു ഗ്ലാസ്സാണ്. ഈ ഗ്ലാസിൻ്റെ മുകളിലൂടെ പോയിട്ട് നമുക്കതാ പോലെ നല്ല വ്യൂവിലോട്ട് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കാം. അടിപൊളി. ഇപ്പോൾ താഴത്താണ് നമ്മൾ ഗേമിൻ്റെ ഉള്ളിലെ ഒരു ഗെയിമിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ താഴത്താണ് വരുന്നത്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഈ ഒരു വ്യൂ
എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ കേസ് ഈ കാണുന്ന 4 വില്ലയിലും സെയിം കാറ്റഗറിയാണ്. അപ്പോൾ നമുക്ക് ഈ വില്ലയിലെ റൂംസ് കാണാം. ഇതിന് തൊട്ടടുത്ത് ലക്ഷറി വില്ല ഉണ്ട്, അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം. നേരെ ഇതിനുള്ളിലോട്ട് പോകാം. ഇതിൻ്റെ എൻട്രൻസ് ഉള്ളിലോട്ട് കയറി വരുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഡൈനിങ് ഏരിയ കാണും, പിന്നെ ഒരു കിച്ചൺ കാര്യങ്ങൾ, TV കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെയാണ് ഒരു അത്യാവശ്യം വലിയ സോഫ സെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഭാഗത്തോട്ട് വന്നാൽ അടിപൊളി ഒരു ബെഡ്റൂം കാണാം കേട്ടോ. ഒരു ഡിസൈനൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തൊരു റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ റൂം അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളെല്ലാം ഇങ്ങോട്ടാണ് വരുന്നത്. ഇവിടെ വലിയൊരു മിറർ, പിന്നെ ഇതാണ് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഒരു വാഷ് ബേസും മിററും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലും ഒരു റൂമുണ്ട് കേട്ടോ. ഒന്ന് കയറി കണ്ടു നോക്കാം. റൂമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതും അടിപൊളിയായിട്ട് ബെഡിങ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാർട്ട് ഷേപ്പ് കൊടുത്തിട്ട് ഒരു രക്ഷയില്ലാത്ത ലെവലിൽ ഡിസൈൻ ചെയ്ത്, അതുപോലെ തന്നെ താഴത്തെ പോലെ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളെല്ലാം കേട്ടോ. ഒരു ലൈറ്റിങ്ങും ആംബിയൻസൊക്കെ മൊത്തം നോക്കി ഞങ്ങൾ അടിപൊളിയല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കുട്ടികൾക്കുള്ള ബക്കർ ബെഡ് അതവിടെ ഉണ്ട് കേട്ടോ. കാരണം രണ്ട് ടപ്പായിട്ട് അടിപൊളിയായിട്ട്, അത് കുട്ടികളൊക്കെ സുഖമായിട്ട് വീയാത്ത പോലെ തന്നെ സെറ്റായിട്ട് കിടക്കട്ടെ അവിടെ. പിന്നെ അതുപോലെ അവർക്ക് സെപ്പറേറ്റ് ഫാന്, മുകളിൽ ഒരു സ്റ്റാർസൊക്കെ ഒട്ടിച്ചൊരു വെറൈറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങോട്ട് ഇവിടെ ഒരു ഡൈനിങ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഏരിയയിൽ. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് കുട്ടികളെ ഭാഗത്തോട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തത്. ഇവിടെ നമുക്ക് ഒരു വ്യൂ പോയിന്റ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ എല്ലാ സൈഡിലെല്ലാം മാർബിളിൽ തീർത്ത ഇതുപോലത്തെ ചെയറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ. അടിപൊളിയാണ് കാണാൻ. അപ്പം ഇനി നമുക്ക് അടുത്ത ലക്ഷറി പ്രോപ്പർട്ടിൻ്റെ ഉള്ളിൽ ഭാഗം ഒന്ന് കാണാം. അപ്പം ലക്ഷറി പ്രോപ്പർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയുണ്ടോ, രക്ഷയില്ലാത്ത ഒരു സോഫ സെറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഒരു ഡൈനിങ്, ഫ്രിഡ്ജ്, TV കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാലാണ് നമ്മൾ റൂംസ് വരുന്നത്. അത്യാവശ്യം AC വെച്ച് നല്ല പ്രീമിയം റൂം തന്നെയാണത്. എനിക്ക് വരെ ഈ ബെഡിങ്ങിൻ്റെ ഈ ഒരു ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ട്. അതിനല്ല ഒറിജിനൽ പൂവൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ചുറ്റും ഒരു വിതറിയിട്ടുള്ളത്. അത് അടിപൊളിയായി. പിന്നെ ഞാൻ ഇതുവരെ റൂംസിൻ്റെ ഒന്നും കാണിക്കാത്ത സംഭവമുണ്ട്. ഈ കർട്ടൻ പൊക്കുമ്പോൾ മുകളിലത്തായാലും താഴത്തെ നല്ല വ്യൂ ആണ് കേട്ടോ. ഞാനത് മുകളിലത്തെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ റൂംസിന് ലക്ഷറി പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്കിതിലൊരു ബാത്ത് ടബ് വരുന്നുണ്ട്. ജാക്കൂസി എന്ന് തോന്നുന്നു കേട്ടോ. ജാക്കൂസി വരുന്നുണ്ട് ഇതിൽ. ജാക്കൂസിൻ്റെ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നമുക്കിത് ഇത് കർട്ടൻ പൊക്കിയിട്ട് നമ്മളെ ഡൈനിങ്ങിൽ തന്നെ കാണാൻ പറ്റിയൊരു സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മൾ ജാക്കൂസിൽ നിന്ന് റൂമിലോട്ടുള്ള ആ ഒരു വ്യൂ കേട്ടോ. അപ്പുറത്തെ കർട്ടൻ പൊക്കിയാൽ നേരെ അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് നമ്മളെ ഡൈനിങ്ങിലോട്ടുള്ള ഒരു വ്യൂ ആണ് ജാക്കൂസിൽ നിന്ന് കിട്ടുക. അപ്പം നമുക്കിതിൻ്റെ മുകളിൽ റൂംസ് ഉണ്ട്. നമുക്ക് നേരെ മേലെ പോയേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ റൂമുണ്ട് കേട്ടോ. നമുക്ക് നേരെ മുകളിലത്തെ റൂമിൻ്റെ കാഴ്ചകളോട്ട് പോകാം. ഇവിടെ താഴോട്ടൊക്കെ അല്ല അടിപൊളിയായിട്ട് നമ്മൾ ലിവിങ് ഏരിയ ഒരു ഫാമിലിയൊക്കെ എടുക്കുമ്പോൾ അല്ല അടിപൊളിയായിട്ട് നമുക്ക് മുകളിൽ നിന്ന് ഒരു വീട് പോലെ തന്നെ കാണാൻ പറ്റുന്ന സംവിധാനമാണ്. പിന്നെ അതുപോലെ നേരെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ തന്നെ നമുക്കൊരു
സോഫ സെറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ മുകളിലുണ്ട് കേട്ടോ. അതും ഒരു പ്രീമിയം സോഫ സെറ്റും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ പറ. പിന്നെ മുകളിലത്തെ ലൈറ്റ് ആംബിയൻസ് ഒക്കെ എല്ലാം അടിപൊളിയാണ്. അതുപോലെ നേരെ ഇങ്ങോട്ട് വന്നാൽ നമ്മളെ ഒരു സോഫ വിത്ത് ഡൈനിങ് കാര്യങ്ങളുണ്ട്. അപ്പം നേരത്തെ നമ്മൾ കണ്ടത് പോലെയല്ല ഇപ്പം ഇവിടെ കാണുന്നത്. കാരണം അങ്ങോട്ട് നിൽക്കിക്കഴിഞ്ഞാൽ ആകെ കോട വന്ന് മൂടിട്ടോ. പ്രോപ്പർട്ടിയുടെ ഒരു ഭംഗി തന്നെ മാറി. അടിപൊളിയല്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ റൂമാണ് ഇത് ഇവിടെ വരുന്നത്. ഇതും ഒരു അടിപൊളി റൂം തന്നെയെന്ന് പറയാം. കാരണം അതുപോലെ തന്നെ ഇതിന് നീറ്റ് ഇത് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെഡിങ് ഓരോ റൂമിലും ഓരോ ലെവലായിട്ട് ഇവർ ഇതുപോലെ ബെഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എക്സ്ട്രാ ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ TV പോലെ ചെയർ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഒരു സ്റ്റോറേജ് അവിടെ വരുന്നുണ്ട്. നമുക്ക് എല്ലാ റൂമും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഇതുപോലത്തെ ഒരു കർട്ടൺ ഉണ്ട്. ഇപ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല, കാരണം അത്യാവശ്യം നല്ല മൂടി കിടക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തോട്ടും ഓപ്പൺ ആക്കാം കേട്ടോ. അത്യാവശ്യം നല്ല വ്യൂ തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല വ്യൂ തന്നെയാണ്. പിന്നെ ഇവിടെ വരുമ്പം അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇവിടെ നമുക്കൊരു ബാത്റൂം, പിന്നെ ഒരു കുളിക്കാൻ സെപ്പറേറ്റ് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടോ. അത് ഭയങ്കര ഒരു ഇഷ്ടമായിട്ടോ സംഭവം, അടിപൊളിയായി. പിന്നെ അതുപോലെ ടോയ്ലറ്റ്, പിന്നെ ഒരു വാഷ് ബേസ്, പിന്നെ നേരത്തെ എല്ലാ റൂംസിലും ഇതുപോലെ ഷാമ്പൂ, ഷവർ ജെൽ, എല്ലാ കാര്യങ്ങളും, സോപ്പ്, ബ്രഷ്, അതുപോലെ ഷവൽ കിറ്റ് എല്ലാ, പിന്നെ ഷവർ ക്യാപ്പ്, പിന്നെ അതുപോലെ അങ്ങനെ സകല സംഭവങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മറ്റൊരു റൂമാണ് ഈ കാണിക്കാൻ പോകുന്നത്. ഇതൊരു നോർമൽ റൂമാണ്, അത്യാവശ്യം നീറ്റ് റൂമാണ്. അതുപോലെ അങ്ങോട്ട് നല്ല വലിയൊരു വ്യൂ, ഓപ്പണായിട്ട് കർട്ടൻ പൊക്കിയ തന്നെ ഈ റൂമിൻ്റെ കർട്ടൻ പൊക്കിയപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കാണുന്നത്. അടിപൊളി വ്യൂ ആണ്. പിന്നെ അതുപോലെ കോട മൂടിക്കൊണ്ട് അങ്ങോട്ടൊന്നും കാണാൻ വയ്യ. നമ്മൾ താഴത്തുനിന്ന് കിട്ടുന്ന അതേ സെയിം വ്യൂ ഇതാ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ ഇതിലും സ്റ്റോറേജ് കാര്യം, പിന്നെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ കോഫി മേക്കർ, പിന്നെ അതിൻ്റെ പൗഡർ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇതാ ഇവിടെ ഉണ്ട് വരുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കണ്ട അതേ സെയിം റൂം ഒന്ന് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് വരുന്നത്. നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ കയറി മുകളിലെത്തിട്ടോ. ഇപ്പോൾ നമ്മളെ റിസോർട്ടിൻ്റെ ഏകദേശം മുകൾ ഭാഗം എല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഇതല്ല ഹൈലൈറ്റ്, ഇതിൻ്റെ മുകളിലോട്ട് എത്തിയ വാവ്, അടിപൊളിയാണ് കേട്ടോ. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ ഗ്ലാസ് ആണ് കേട്ടോ. ഗ്ലാസ് പൊട്ടോ ഇല്ല ഗൈസ്, ഒന്നും കാണാനല്ല ഗൈസ്. Till I let go, I feel so lost, never at home. Need to be strong, every breath though, 'cause I can't move on till I let go. അപ്പം കേവിൻ്റെ ഉള്ളിലുള്ള എൻട്രൻസ് ആണ് കേട്ടത്. നമുക്ക് നേരെ ഉള്ളിലോട്ട് പോയി നോക്കാം. ഇനി അങ്ങോട്ട് ലോ ലൈറ്റാണ്, അതുകൊണ്ട് നമുക്ക് ക്യാമറ വെച്ച ഷൂട്ട് ചെയ്യണം. അതുകൊണ്ട് കുലുക്കം കുറച്ചുണ്ടാവും. നേരെ താഴെ പോകുന്നുണ്ടോ ഞാൻ ഒരു കേവിൻ്റെ ഉള്ളിൽ കയറുന്ന അതേ ഒരു പ്രതീതിയിലാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ സിസ്റ്റങ്ങളും. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നാൽ കേവിനൊരു റിസപ്ഷൻ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ തന്നെ ഒരു റിസപ്ഷൻ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അതുപോലെ ഒരു കോമൺ ആയിട്ടൊരു വാഷ്റൂമും ഇവിടെ കേവിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാഷ്റൂം കൊടുത്ത വേറെ ഒന്നിനല്ല, നമ്മുടെ റിസപ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതാണ്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് അവിടെ ഒരു ഇൻഡോർ ഗെയിംസ് എല്ലാം ഇവിടെയാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇവിടെ യോഗ, അങ്ങനെ
അതിൻ്റെ ടൈം കാര്യങ്ങൾ, പിന്നെ കുതിര റൈഡിങ് കാര്യങ്ങളുണ്ട്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം, ക്യാമ്പ് ഫയർ, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ യോഗൻ്റെ നമ്മൾ വിരിക്കുന്ന ബെഡ് കാര്യങ്ങളൊക്കെയാണത്. അതുപോലെ കുട്ടികൾക്ക് ഒരു കാർ, അതായത് ഇലക്ട്രിക് കാർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് പല ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൻ്റെ എല്ലാ ബോർഡും ഡീറ്റെയിൽസും ഇത് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഉള്ള ഈ ഒരു വ്യൂ ആണ് കേട്ടോ, അതൊരു എടുത്ത് പറയേണ്ട ഒരു വിഷയമാണ്. പിന്നെ അതുപോലെ എല്ലാ റിസോർട്ടിൻ്റെയും അഹങ്കാരം എന്ന് പറയുന്ന ക്യാരംസ് ഇതാ ഇവിടെ 2 ബോർഡായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് കുറേ ഗെയിംസ്, അതായത് ഷട്ടില്, പിന്നെ ചെസ്സ്, ഇഷ്ടം പോലെ, അത് ഏതൊക്കെ എടുത്ത് നോക്കാൻ ടൈമില്ല, അത്രയും ഇഷ്ടം പോലെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്, അത് കാണിക്കാം. ഇവിടെ നമുക്കൊരു വാഷ് ബേസ്, പിന്നെ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വലിയൊരു മിറർ തന്നെയാണ്. അതിൽ പിന്നെ മുകളിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു റൂമുണ്ട്, അതൊന്ന് കാണാം. ഇത് ഒരു ഡോർമെട്രി സെറ്റപ്പ് പോലെ 3 ബെഡായിട്ട്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതുപോലെ 3 ബെഡായിട്ടുള്ള ഒരു റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു അടിപൊളി ഒരു സെറ്റപ്പ് തന്നെ ആയിട്ടോ. പിന്നെ എന്തോ ആട്ടെ, റൂമിൻ്റെ നീറ്റ് ആൻഡ് ക്ലീൻ കാര്യങ്ങളെല്ലാം ഡബിൾ ഓക്കെയാണ്, അതാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതുപോലെ ഇതിനും TV, ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഇതാ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ? പിന്നെ അതുപോലെ ഈ ഡ്രോയിങ്സ് ഒക്കെ കാണും. ഓക്കെ, പിന്നെ 3 ബെഡാകുമ്പോൾ തന്നെ കുറേ ആൾക്കാരുണ്ടാവും. ഒരു വലിയ സ്റ്റോറേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ 3 ബെഡ്റൂമിൻ്റെ ഇടത്തിലായിട്ട് നമുക്ക് മുകളിലോട്ട് തന്നെ ഒരു എൻട്രൻസ് കൂടി ഇതുവരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ടത്, കോഡായിട്ട് ഒന്നും കാണുന്നില്ല. ഇതിൽ നമുക്കിതുപോലെ ഒരു ഓപ്പൺ ആയിട്ടാണ് ഈ ഗേവിൻ്റെ ഏരിയ ഉള്ളത്. നമുക്ക് കോഡായിട്ട് ഒന്നും കാണുന്നില്ല അങ്ങോട്ട്. നമ്മൾ മോർണിംഗിൽ കോഡല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇതിലോട്ട് എന്താണ് നമ്മുടെ മുകളിലോട്ട് ഒരു വേറൊരു എൻട്രൻസ് കൂടി ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ റിസപ്ഷൻ്റെ നേരെ മുന്നിലൂടെ ഇറങ്ങിയാൽ നേരെ താഴോട്ട്, വീണ്ടും താഴോട്ട് ഇറങ്ങാം കേട്ടോ. ഒരു കേവ് എന്ന് പറഞ്ഞാൽ കേവ് തന്നെയാണ്, കാരണം അത്യാവശ്യം താഴോട്ട് ഇറങ്ങിയിട്ടാണ് റൂംസുകളൊക്കെ ഉള്ളത്. അപ്പം ഇതിൻ്റെ ഇവിടെയുള്ള ഫസ്റ്റ് റൂമാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ആ തലവരെ റൂംസ് ഉണ്ട്. ഇതിനെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ സൈഡിലോട്ട് അപ്പോൾ കുറച്ച് കോട പോയിട്ടുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ റൂംസിൻ്റെ കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പം ഇതാണ് ഈ ഗേവിനുള്ളത്. ഡീലക്സ് റൂമാണ് കാണിക്കാൻ പോകുന്നത്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ TV കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് സ്റ്റോറേജ്, ഒരു മിനി ടേബിൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാ റൂമിലുള്ള പോലെ കോഫി മേക്കർ കാര്യങ്ങൾ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബെഡ്, ഒരു രക്ഷയില്ലാത്ത ബെഡ് തന്നെ കേട്ടോ. പിന്നെ റൂമിൻ്റെ ഒരു വൃത്തിയുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയാം, അതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനുള്ളിൽ വരുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. നീറ്റായിട്ടല്ലോ. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത റൂമിലോട്ട് പോവാണ്. അടുത്ത റൂം കേവ് റൂം. ഓക്കെ, ഇവിടെ എന്താ കുറച്ച് ഇങ്ങനത്തെ കളിഞ്ഞ അവിടുത്തെ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ കാണാണ്ട് ഒരു കേവ് റൂം എന്നുള്ളത് ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. I don't really know what comes next. I'm just doing my best, even though I'm so stressed out. Everything just feels like a test that I fail, so depressed when I can't seem to get out. But something deep inside won't let me quit. I swear that I'm inspired by all this shit. Tell me that I can't and I won't. That's what guides me the most. പിന്നെ ടോട്ടൽ 11 റൂംസ് ഈ കേവ് റൂമിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഓരോ റൂംസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ അടുത്ത റൂമാണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെ നെയിം ആറ്റം റൂം. അതായത് ഇതിനുള്ളിൽ കുറേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുറേ കലാരൂപങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും നമുക്ക് കൊടുത്താൽ ഇതുപോലെ ഇരിക്കാനുള്ള സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പം പറഞ്ഞു വരുന്നതല്ല. ഇതിന് നേരെ ഉള്ളോട്ട് പോയാലാണ് ഇവിടുത്തെ റൂം വരുന്നത്. അതൊന്ന് കാണാം. ഇത് ലോ ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. എന്നാൽ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് ബ്യൂട്ടിഫുൾ ഒരു കപ്പിൾസ്, ഒരു ഫാമിലി ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റൂമാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഒരു കലർ റൂം മാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡിൻ്റെ പ്രത്യേകതയാണ് ബാക്കിൽ മഹർഷിമാർ ഉണ്ട് കേട്ടോ. അതുപോലെ സൈഡിൽ കർട്ടൻ നീക്കി നമ്മൾ പുറത്തോട്ടുള്ള അതിൽ കാണും ചെയ്യാം. പിന്നെ സാധാ റൂം പോലെ തന്നെ ടീ മേക്കർ കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. 2 ചെയറും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് നമുക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിൽ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്കൊരു വാഷ് ബേസ്, പിന്നെ നേരെ ഇങ്ങോട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളെല്ലാം. ഷവറൊക്കെ മുകളിൽ തന്നെയാണ് സെറ്റ് ചെയ്ത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്കൊരു ഡബിൾ ബെഡ് റൂം കൂടി ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. തപസ്യ ഓരോ സെപ്പറേറ്റ് നെയിമുണ്ട്. ഇതിലൊരു കോമൺ ആയിട്ട് ഒരു അടിപൊളിയായിട്ടോ കോമൺ ആയിട്ട് ഒരു ഇരിക്കാനുള്ള ഒരു സംഭവം. അതുപോലെ ഇവിടെ ഒരു ഗ്ലാസ് ഓപ്പൺ ആക്കാനുള്ള ഇതുണ്ട്. ഇത് ഓപ്പൺ ആക്കി നമുക്ക് തണുത്ത കാറ്റ് ഇരുന്നു കേട്ടോ. അടിപൊളിയാണ്. പിന്നെ നമുക്ക് നേരെ തപസ്യൻ്റെ ഉള്ളിലോട്ട് പോവാം. ഇതൊരു ഡബിൾ ബെഡ് റൂമാണെന്നാണ് പറഞ്ഞത്. നോക്കാം. ഇതിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ കുറേ വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. മുകളിലായിട്ട് TV കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം വിഷ്വൽ തരാൻ പറ്റുന്നത് എനിക്കറിയില്ല. കാരണം ലോ ലൈറ്റ് കണ്ണിന് നല്ല അടിപൊളി ഒരു ഫീലിങ്സ് ആണ് ഇതിനുള്ളിലെല്ലാം വന്നാൽ കിട്ടുന്നത്. അതുപോലെ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ് വരുന്നത്. ഇതും ഒരു കേവ് സെറ്റപ്പ് തന്നെയാണ് ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇങ്ങോട്ടാണ് നമ്മുടെ ഡബിൾ ബെഡ് റൂം വരുന്നത്. ഇതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് നല്ല കോഫി മേക്കർ, വാട്ടർ കാര്യങ്ങളെല്ലാം ഇത് ഈ റൂമിലും ഇവിടെ സെറ്റാണ് കേട്ടോ. അതുപോലെ റൂമിലായിട്ട് വേറെ സെപ്പറേറ്റ് TV കാര്യങ്ങളെല്ലാം കേട്ടോ. അതുപോലെ തന്നെ വേറെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ കേവിനുള്ളിൽ നിന്ന് സ്മോക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതിന് പകരമായിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ ഇവർ സ്മോക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടണ്ട. ഈ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് വലിക്കുന്നവർക്ക് വലിക്കാം. അടിപൊളിയായിട്ട് ഇവിടുന്ന് താഴോട്ട് നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഡിന്നർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. നേരെ അത് കഴിക്കാൻ പോവാണ്ടോ. അത് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലോട്ട് വന്നതാണ്. അടിപൊളി റെസ്റ്റോറൻറ്റും കാര്യങ്ങളായിട്ട് ഓരോ ചെയറിലും റസപ്പൂ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഒരു ബഫർ സിസ്റ്റം ആണെങ്കിൽ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ ഗസ്റ്റുള്ള ടൈമിൽ ബഫർ സിസ്റ്റം ഉണ്ട് ഇവിടെ കൊടുക്കൽ. ഇപ്പോൾ ഡിന്നറായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഡ്രാഗൺ ചിക്കൻ ആയിരുന്നു കേട്ടോ. അതും കുറച്ച് വേറെ കുറേ ഐറ്റംസ് കൂടി ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വന്നത് ഇതാണ്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. പൊളിസാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഐറ്റം ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഗ്രേവി എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് സോസും. അപ്പോൾ കേസ് നമ്മൾ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടോ. നമ്മളൊരു വാട്ടർമെലൺ ജ്യൂസ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് കുടിച്ചിട്ട് നമ്മൾ ബാക്കി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം. ഈ രാത്രി എന്തൊക്കെ ഇവിടെ കാണേണ്ടത് നമുക്ക് കറക്റ്റ് അറിയില്ല. അത് കണ്ടിട്ട് അടി ബാക്കി മോർണിംഗിൽ നമുക്ക് കാണാവുന്ന. ഓക്കെ, പിന്നെ നമ്മൾ കേവിൻ്റെ റിസപ്ഷനിൽ തന്നെ നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിൽ
പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുപോലെ നമുക്ക് ഓരോ ഫാമിലീൻ്റെ, അതായത് ഒരു കപ്പ് ഇവിടെ വരുന്ന ഏത് ഗസ്റ്റിനും കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവർ കൊടുക്കുന്നതാണ്. അതുപോലെ നമുക്ക് എക്സ്ട്രാ ചെയ്യിക്കുകയാണ് നമ്മൾ ഫോട്ടോ വെച്ചിട്ട്, അതെല്ലാം നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പം ഞാൻ നാളെ നമുക്ക് മോർണിംഗ് കാണിക്കാം. ഞാൻ നമ്മുടെ മല്ലുപ്പാസിയ ചാനൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ വേറെ കാണിക്കാം. അപ്പം ബാക്കി ഡീറ്റെയിൽസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നാളെ കാണിക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ കാണിക്കാമെന്ന് പറഞ്ഞ തിയേറ്റർ ഇപ്പം നൈറ്റ് ആയപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു 40-45 ആൾ പോകുന്ന ഒരു വലിയ തിയേറ്റർ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രോപ്പർട്ടി വന്നപ്പോൾ പരിചയപ്പെട്ടത് ക്ലയൻ ഹോൾഡേഴ്സ്. ഇവരെ നമുക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെ ചോദിക്കാം. സാർ, ആദ്യം നിങ്ങളെ ട്രാവൽസിനെ കുറിച്ചൊന്ന് പറഞ്ഞോളൂ. Ours is the Glen Holidays, that is from Kochi. Okay. Okay, so yeah, last 8 years we are doing the business. Okay. That is our Okay. customer service. നിങ്ങളിപ്പോൾ ഈ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് നടന്ന് കണ്ടല്ലോ, എങ്ങനെയുണ്ട് നിങ്ങളൊരു ഫീഡ്ബാക്ക്? Yeah, the best property, because in the Vadamanna we used to view many properties, but I get the customer satisfaction and everything here. Yeah. Even especially the cave rooms. Rooms are very beautiful and all are satisfied with that. Okay. Also. താങ്ക് യു. Okay. അപ്പോൾ ഗൈസ് നമ്മളെ തിയേറ്റർ വെച്ചിട്ട് ചെറിയൊരു മൂവിയൊക്കെ കണ്ടു. ഇനി നമ്മൾ ഉറങ്ങാണ്. ബാക്കി കാഴ്ചകൾ മോർണിംഗ് ഇവിടുത്തെ വ്യൂ എന്താണെന്നുള്ളത്, ഡീറ്റെയിൽ എന്താണെന്നുള്ളത് നമുക്ക് രാവിലത്തെ കാഴ്ച കാണാം. ബൈ. അപ്പോൾ ഗൈസ് നല്ല ഉറക്കം ഉറങ്ങി എണീറ്റ് കേട്ടോ. നമ്മുടെ ബാക്കിലെ വ്യൂ ആണ്, നിങ്ങൾ ഗുഹൻ്റെ ഉള്ളിലുള്ള ഒരു വ്യൂ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളെ ഗുഹ സൈഡിലോട്ടുള്ള വ്യൂ. അടിപൊളിയല്ല? നമ്മൾ ഇനിയും ഒരു ഇവിടെ ഈ കേവിനുള്ളിലുള്ള ഒരു 3 റൂംസ് എങ്ങാണ്ടോ ഇനിയും കാണിക്കാനുണ്ട് കേട്ടോ. പല താജ്മഹൽ, അങ്ങനെ പല കലാരൂപങ്ങളും, പല താജ്മഹൽ, ഇങ്ങനെ പല സംഭവങ്ങളിലെ ഓരോരോ റൂംസും ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് നമ്മളിനി കാണിക്കാനുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണിക്കാം. രാവിലെ നല്ല കോളേജ്, നമ്മൾ എണീക്കാൻ കുറച്ച് നേരം വൈകി. പിന്നെ എന്നാലും തന്നെ കണ്ടല്ലോ, എന്നാലും നമ്മൾ ഈവനിങ് ഡ്രോൺ ഷൂട്ട് എടുത്തിട്ടൊന്നും കോട കൊണ്ട് നമുക്കതിലൊന്നും വ്യക്തമായി പകർത്താൻ വയ്യ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് രാവിലത്തെ ഇത് കോട. അടിപൊളിയാണ്, കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ ഇവർ ക്യാമറയിൽ പകർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏതായാലും നമുക്ക് ബാക്കി കാഴ്ചകളോട്. അപ്പോൾ ഗൈസ്, പിന്നെ മോർണിംഗ് നമുക്ക് നിരവധി സൈക്കിൾ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് മോർണിംഗ് സവാരി എടുത്താം. പിന്നെ അതുപോലെ കുതിര സവാരി ഉണ്ട്, എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് കുതിര എന്നിപ്പോൾ ഗസ്റ്റ് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം അവർ കുതിര കൊണ്ടുവരികയാണെങ്കിൽ നമ്മളതും കാണിക്കും. അപ്പോൾ ഇവിടെയുള്ള സംഗതികൾ നിങ്ങൾ അറിയിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ വാച്ച് ടവറിൽ കയറി കേട്ടോ. നമ്മുടെ ഗ്ലാസ്സാണ്, വാച്ച് ടവർ കയറി. പിന്നെ അതുപോലെ യോഗ നടക്കുന്നുണ്ട് കേട്ടോ. യോഗ നടക്കുന്നുണ്ട്. ആൾ വിളിച്ചിരുന്നു, പക്ഷേ നമ്മൾ ബാക്കി കുറച്ച് ഷൂട്ടുകളുണ്ട്, അതിന് പോയിട്ടില്ല. ഓക്കെ. ഇന്നലെ കോട ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് വാച്ച് ടവറിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാൻ കഴിഞ്ഞില്ല. ഈ ഗ്ലാസ്സിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ കേട്ടോ. അത്യാവശ്യം അടിപൊളിയാണ്. അതുപോലെ നമ്മൾ കാറ്റാടി എന്നൊക്കെ പറയല്ലോ, അതാ ഇവിടെ ഉണ്ട്. അപ്പം കാറ്റ് കുറവായതുകൊണ്ട് കറങ്ങണില്ല, നല്ല വർക്കിംഗ് ആണ് ചില ടൈമിൽ. പിന്നെ താഴത്തൊരു ഡാമിൻ്റെ ഒരു സംഭവം കെട്ടി നിർത്തിയത്. പിന്നെ ഒരു പ്രൈവറ്റ് കുളിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. അവിടെ യോഗ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മോർണിംഗ് ഒരു യോഗ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് തന്നെ അവരിവിടെ സെർവ് ചെയ്തെടുക്കുന്നത് ഓരോ മിൽക്ക് ഷേക്കും പിന്നെ കട്ട് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അതൊരു അടിപൊളി സംഭവമായിട്ടോ. ഫസ്റ്റ് നമുക്ക് വരുന്നത് ഇത് കഴിക്കാം, അത് കഴിയുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ. അടുത്തത് നമുക്ക് വന്നത് ബ്രെഡ്, ജാം, ഹണി, ബട്ടർ ഒക്കെയാണ് കേട്ടോ. അപ്പം ഇനി എന്താ വരുന്നത് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് വന്നത് ചിക്കൻ സോസേജ് പിന്നെ ഹണി ബനാന. അടിപൊളി കേട്ടോ ഇവിടുത്തെ എല്ലാം മെനു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു ആണ് ഈ കാണുന്നത്. അടിപൊളിയാണ് കേട്ടോ. അടുത്തതായിട്ട് വന്നത് ഗീ റോസ്റ്റും പിന്നെ അതുപോലെ ചട്നി, ചമ്മന്തി, സാമ്പാർ കേട്ടോ. പിന്നെ ഞാനൊരു ഷെയ്ക്ക് ഓരോ 2 പ്രാവശ്യം കൂടി പറഞ്ഞിട്ടോ. അടിപൊളി സാധനമാണ്. ഓക്കെ, അപ്പോൾ കേസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. ഒരു രക്ഷയില്ലാത്ത കിടിലം ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഇത് നമുക്കിവിടെ കൂടുതൽ ഗസ്റ്റ് ദിവസം ബൊഫേ സിസ്റ്റമായിട്ടാണ് ഈ മെനുകളെല്ലാം കൊടുക്കുന്നത്. അത് നമ്മളിന്ന് ഗസ്റ്റ് ഇവിടെ കുറവായത് കൊണ്ടാണ് അവർ ഡയറക്റ്റ് ടേബിളിലോട്ട് തന്നത്. ഇത്രയും മെനു ഇവിടെ ഉണ്ടാവുന്ന സാരം എല്ലാം കഴിച്ചങ്ങ് സെറ്റായി. എവിടെയും പോയി കിടന്നാൽ മതി എന്നുള്ള ധൈര്യമായി. പിന്നെ നമുക്കിനി ബാക്കി കാഴ്ചകളാണ് ഇവിടെ. അപ്പോൾ കേസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുതിരസവാരിയും കഴിഞ്ഞിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ബാക്കി കാണിക്കാനുള്ള ഒരു കപ്പിൾ റൂമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് കയറി വരുമ്പോൾ തന്നെ ഇതാ ഇവിടെ ആയിട്ടൊരു TV പിന്നെ കോഫി മേക്കർ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഒരു വേസ്റ്റ് പിന്നൊക്കെ താഴെ വരുന്നത് 2 ചെയർ. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത് നമ്മുടെ ബെഡ് വരുന്നത്. ഉറക്കത്തിൽ എണീക്കുമ്പോൾ തലമുട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇതൊരു വെറൈറ്റി ഒരു അനുഭവം ആവട്ടോ ആർക്കും ഇവിടെ നിൽക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലൂടെ ആയിട്ടാണ് നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഈ കേബിൻ്റെ ഉള്ളിൽ അടുത്തതായിട്ട് നമുക്ക് കാണാൻ പോകുന്നത് താജ്മഹലിൻ്റെ ഒരു പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ. നമുക്കതൊന്ന് കാണാം. അപ്പം സനാനൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇതിൻ്റെ ബാക്കിലെ ഒരു ഫ്രെയിം കണ്ടോ, താജ്മഹലാണ്. ഒരു കപ്പിൾസിനൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റൂമായിരിക്കും ഇത്. പിന്നെ എല്ലാത്തിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഓപ്പൺ ആക്കാനുള്ളത് കേട്ടോ. അതല്ല പുറത്തോട്ടുള്ളൊരു വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ തണുത്ത കാറ്റാണ് കേട്ടോ അത് ഓപ്പൺ ആക്കിയാൽ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമുക്കിതാ കോഫി മേക്കർ കാര്യങ്ങളെല്ലാം ഈ റൂമിലുണ്ട്. പിന്നെ അതുപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ പ്രോപ്പർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നാച്ചുറലായിട്ടുള്ള ഒരു സ്ട്രീം ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് പോയി കണ്ടു നോക്കാം. തൊട്ടടുത്ത് ഞാൻ പറഞ്ഞത് ജസ്റ്റ് പോയി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ചൊക്കെ നടന്നപ്പം ഇതാ, അതെ നമ്മളെ പ്രോപ്പർട്ടിയിൽ പൂളില്ലാത്തത് കാരണം നമുക്ക് ഇതാണ് കൊടുക്കുന്നത് കേട്ടോ. ഏറ്റവും നല്ലത് ഇത് തന്നെയാണ് കേട്ടോ. പൂളിലെ വെള്ളത്തിനായിട്ട് എത്രയോ 100 മടങ്ങ് നല്ല വെള്ളമാണ് ഈ കാണുന്നത്. നമുക്ക് നേരെ താഴോട്ട് പോയി നോക്കാം. ഗൈസ് എന്തിനാ മക്കളെ പൂള്, ഇത് മതിയല്ലോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫാൾസ് വേണമെങ്കിൽ തന്നെ പറയാം. അത്രയും സെറ്റിലാട്ടതുള്ളത്. വാവ്, ഒരു രക്ഷയല്ലേ. I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign, a sign. I feel like I'm losing my mind. അപ്പോൾ ഗൈസ് ഇതുപോലെ കിടുക്കാച്ചി ഒരു അതായത് വാട്ടർഫാൾസ് തന്നെ പറയാം. നല്ല ചാടി വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഏരിയ ഇപ്പം വലിയവർക്ക് വേണമെങ്കിൽ അവിടെ കുറച്ച് ആയുള്ള ഏരിയ ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇപ്പുറത്ത് നല്ല ഏരിയ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പം റിസോർട്ടിൻ്റെ ഏകദേശം കാഴ്ചകൾ ഞാൻ കാണിച്ചു എന്ന് വിചാരിക്കുന്നു. കാരണം അത്രയും ഉണ്ട് ഇതിൻ്റെ കാഴ്ചകൾ. ഓരോ റൂംസിൻ്റെയും ഓരോ പല ടൈപ്പ് റൂംസ് അങ്ങനെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട റൂംസ്, വേണ്ട ഡീറ്റെയിൽസ്, വേണ്ട റൂംസിൻ്റെ ഫോട്ടോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, നിങ്ങൾ അതിലോട്ട് വിളിച്ചോളി. അതാണ് നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ തോന്നുന്നത്. കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് മൊത്തമായിട്ടൊരു റിസോർട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ഫുൾ അതാണ്. നിങ്ങൾക്ക് റിസോർട്ടിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണിച്ചു തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. കാരണം കൂടുതലൊന്നും നിങ്ങൾക്ക് ഫോൺ വിളിച്ചിട്ട് അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഞാൻ റൂമിൽ തന്നെ കുളിക്കുന്നില്ല. ബൈ.
everybody in the world blind? Please, Lord, give me a sign, a sign. Yeah. There's no mercy in this world, just hunger-thirsty persons in different versions, each new update, that shit worsens. Why? Pull back the curtain and you'll see the different vermin. We all have different burdens that all seem to cause disturbance. Yo, so do me a favor, don't treat me like a neighbor. Don't need the different flavors of your problems just to savor. I've got my own issues, I need a comb to get through. Don't need to groan with you, just go get your own tissue.